അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 42-ാം പേജ്. വമൻ ഇൻഖതാ ദമുഹ, വല്ല സ്ത്രീയുടെയും രക്തം എന്നാൽ ഇല്ലത്തിൻ കാരണത്തിന് വേണ്ടി, ഇങ്ങനത്തെ കാരണമാണ് തുർഫുവ കാരണത്തിന് അറിയപ്പെടുന്ന ദമ് നിൽക്കാനുള്ള കാരണത്തിന് ഉദാഹരണമാകുന്നത് കറലായിൻ മലവൂട്ടും പോലെ, മറലിൻ രോഗം പോലെ, അതുകൊണ്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇദ്ദിരിക്കുന്ന പെണ്ണിനക്ക് രക്തം നിന്നാൽ തസ്ബിറു, അവൾ സബൂർ എടുക്കണം, ക്ഷമിക്കണം. ഹത്താ തഹീള, അവൾ ഹൈദ് എന്നാണോ ഉണ്ടാകുന്നത് അതുവരെ ക്ഷമിക്കുക. അങ്ങനെ ഹൈദ് ഉണ്ടായിട്ട് പത്തഴത്തതു എന്നിട്ടോട് ഇദ്ദിരിക്കുകയും വേണം ബില്ലഖ്റായി 3 കുറുകളെ കൊണ്ട്. ഔ തൈ അസ, അതല്ലെങ്കിൽ ആശ മുറിയുന്നത് വരെ 62 വയസ്സോളം എത്തുന്നത് വരെ ക്ഷമിക്കുക. എന്നിട്ടോ ഫബില്ലശ്വരി, എന്നിട്ട് മാസങ്ങളെ കൊണ്ട് 3 മാസങ്ങൾ കൊണ്ട് ഇദ്ദിരിക്കുകയും ചെയ്യണം. വൈന്താലത്ത് മുദ്ദത്തിൽ ഇന്തിദാരി, ഇങ്ങനെ ചെയ്യുമ്പോൾ അഥവാ ഒന്നുകിൽ ഹൈദ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ആശ മുറിയുടെ വരെ കാത്തുവെക്കുമ്പോൾ സമയം കുറേ നീളും, എന്നാലും അങ്ങനെ ചെയ്യണം എന്നാണ് എന്നടുത്ത മനസ്സിലാ. ഇനി ഔലാലി ഇല്ലത്തിൻ ദൂറഫു, ഇനി അറിയപ്പെട്ട മുല കൊടുക്കലോ അല്ല പിന്നെ രോഗം അങ്ങനത്തെ ഒരു കാരണവും ഇല്ലാതെ കണ്ട് രക്തം നിന്നാലോ ഫക്കദാഫിൽ ജദീദി, എന്നാൽ ഇപ്രകാരം തന്നെയാണ് ജദീദായ ഒരു പ്രകാരം തസ്ബിറു, അങ്ങനെ ഒരു കാരണമില്ലാതെ നിന്നോളം ക്ഷമിക്കണം. അത്താത്തഹിത, ഒന്നുകിൽ ഹൈദുകാരിയാകുന്നവരെ, എന്നിട്ടോ പത്തതുബിൽ അഖറായി, അങ്ങനെ ഹൈദുകാരിയായാലും കുറുകളെ കൊണ്ട് ഇരിക്കണം. ഔ തൈ അസ, അല്ലെങ്കിൽ ആശ മുറിയുന്നവരെ ഇരിക്കുക, എന്നിട്ട് ആശ മുറിഞ്ഞിട്ട് അവ 62 വയസ്സായിട്ട് പത്തതുബിൽ അശ്വരി മാസങ്ങളെ കൊണ്ട് ഇരിക്കുകയും ചെയ്യണമെന്നാണ് ജദീദ്. വഫിൽ ഖദീമി, എന്നാൽ ഒരു കാരണവുമില്ലാതെ രക്തം നിന്നിടത്ത് ഖദീമായ കൗലുണ്ട്. തത്രബസു, അവൾ പ്രതീക്ഷിക്കണമെന്ന് തിസ്സത്താശ്വിൻ 9 മാസക്കാലം പ്രതീക്ഷിക്കണം. അങ്ങനത്തെ 9 മുദ്ദത്തിൽ ഹംലി ഹാലിബിലും ഹംലിൻ്റെ ടൈം 9 മാസമാണല്ലോ, അത്ര കാലം കാത്തിക്കുക. വഫി കൗലിമിൽ ഖദീം, എന്ന ഖദീം എന്നുള്ള ഒരു കൗലുണ്ട് 4 സിനീന, 4 കൊല്ലാണ് കാത്തിക്കേണ്ടതെന്ന്. നേരത്തെ 9 പറഞ്ഞു, 4 കൊല്ലം. അങ്ങനത്തെ 4 അക്സറ മുദ്ദത്തിൽ ഹംലിൻ്റെ സമയത്തിൽ വെച്ച് ഏറ്റവും അധികരിച്ചത് 4 അത്ര കാലം കാത്തിക്കുക. വഫി കൗലി മുഹറജിൻ അലീന, ഖദീമിൻ്റെ മേൽ ഉള്ള ഒരു മുഹറജായ കുറിച്ച് ഇവിടെ ഷാഫിയും പറഞ്ഞല്ല, നദീർ മസ്ലി അദ്ദേഹം പറഞ്ഞതിന് അസ്വാബ് ഇങ്ങോട്ട് തഖ്രീജ് ചെയ്തു. അങ്ങനത്തെ ഒരു കൗലുണ്ട് സിത്തത്ത് അശ്വരിൻ, 6 മാസക്കാലാണ്. അങ്ങനത്തെ 6 അക്കല്ല മുദ്ദത്തിൽ ഹംലിൻ്റെ മുദ്ദയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതായിരിക്കുന്ന 6 മാസമാണ്. അന്തത് അക്കല്ലാക്കാൻ ലുഹൂരി അമാറത്തിഹി, ഹംലിൻ്റെ അടയാളം വെളിവാകുന്നതിനുണ്ട്. ഫിഹ, 6 മാസമാകുന്ന ഈ മുദ്ദയിലും വെളിവാകും, അതുകൊണ്ട് അത്ര കാലമാണെന്ന് അങ്ങനെ 3 അഭിപ്രായമായി. സുമ്മത്തടുത്തു, അങ്ങനെ ആ 9 മാസം അതല്ലെങ്കിൽ 4 കൊല്ലം അല്ലെങ്കിൽ 6 മാസം ഇത്ര കാലം കാത്തു നിന്നതിന് ശേഷം അവൾ ഇദ്ദിരിക്കണം. ബിൽ അശ്വരി, മാസങ്ങളെ കൊണ്ട്. എപ്പോഴാണ് മാസം കൊണ്ട് ഇദ്ദിരിക്കേണ്ടത്? ഇതാലും ഇതൊരു ഹംല് വെളിവായിട്ടില്ലെങ്കിലാണ്. ഹംല് വെളിവാ പിന്നെ ഹംല് പ്രസവിക്കലുണ്ടാണല്ലോ ഇത് തീരുക. ഫാനൽ ജദീദി, അപ്പോൾ ജദീദേർ പറഞ്ഞത് എന്താ, പിന്നെ ഒന്നുകിൽ ഹൈദ് ഉണ്ടാവണം അല്ലെ ആശ മുറിയണം, അവരെ കാത്തിക്കണം എന്നല്ലേ. അങ്ങനെ പിന്നെ ആ ജദീദ് പ്രകാരം ലു ഹാലത്ത്, ഈ പെണ്ണിനക്ക് ഹൈദ് ഉണ്ടായപ്പോൾ ബാദൽ യേഴ്സ് 62 വയസ്സായതിന് ശേഷം ഹൈദ് ഉണ്ടായി. എപ്പോഴാണ് ഹൈദ് ഉണ്ടായത്? പിന്നെ അശ്വരി, മാസങ്ങളെ കൊണ്ട് ഇദ്ദിരിക്കുകയായിരുന്നു. അങ്ങനെ ആ യേഴ്സ് എത്തിയാൽ പിന്നെ 3 മാസം കൊണ്ട് ഇരിക്കാം. ആ ഇരിക്കുന്നതിനിടയ്ക്ക് ഹൈദ് വന്നാൽ വജബത്തിൽ അക്രാവ്, ഇനി അങ്ങോട്ട് കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കൽ നിർബന്ധമാകും. അതിനാ ഇദ്ദിരിക്കുന്നത് റുജുവൻ മടങ്ങാൻ വേണ്ടിയല്ല, അസ്രി കുറവാണല്ലോ, അതിലേക്ക് മടങ്ങാൻ വേണ്ടി. അപ്പോൾ യുഹ്സു മാമുല്ലാവിൻ തുഹരി, അപ്പോൾ തുഹൂറിന്ന് ഇതുവരെ കഴിഞ്ഞു പോയ സമയത്തിനെല്ലാം കൂടി കൂട്ടും, ഒരു കുറയായിട്ട് കൂട്ടും. പിന്നെ അത് കൂടാൻ 2 കുറ കൂടി കിട്ടിയാൽ മതി. അപ്പോൾ ഔബാദഹു, ഇനി മാസങ്ങൾ, അപ്പോൾ യേഴ്സിൻ്റെ ടൈം കഴിഞ്ഞു, 3 മാസം ഇദ്ദിരുന്ന് അതിന് ശേഷം പിന്നെയാണ് ഹൈള് വന്നതെങ്കിൽ ഫാഖുബാലിൻ, അവിടെ പല കൗലുകളുണ്ട്. അൽഹറുഹ, ആ കൗലുകളിൽ നിന്ന് ഏറ്റവും അൽഹറായ കൗലാകുന്നത് ഇന്നക്കഹത്ത് സൗജൻ ആഹറ പലാശയ എന്നാണ്. ഇന്നക്കഹത്ത്, ഈ പെണ്ണ് അഥവാ യേഴ്സിൻ്റെ ടൈം വരെ കാത്തുനിന്ന് പിന്നെ 3 മാസം ഇദ്ദിരുന്ന് അങ്ങനത്തെ പെണ്ണ് വിവാഹിതയായിട്ടുണ്ടെങ്കിൽ, സൗജൻ ആഹറ, വേറെ ഭർത്താവിനേക്ക് വിവാഹിതയായിട്ടുണ്ടെങ്കിൽ പലാശയ അലിഹ, അവളുടെ മേൽ വിഷയം നിർബന്ധമില്ല എന്ന്. അപ്പം ഇല്ല, അതല്ല ഒളി ഇതൊക്കെ കഴിഞ്ഞ് വേറെ ആൾക്ക് അങ്ങനെയൊന്നും ആയിട്ടില്ല എങ്കിൽ ഫൽ അക്രാവു അലിഹ, അവളുടെ മേൽ കുറവുകളുണ്ട് എന്നുള്ളതാണ് അൽഹറായ കൗല്. അസാനി, എന്നാൽ അൽഹറിന് മുക്കാബിലയാവുന്ന ലാഷയ അലിഹ, യേഴ്സിൻ്റെ ടൈം വരെ കാത്തുനിന്ന് പിന്നെ 3 മാസം ഇദ്ദിരുന്ന പെണ്ണിൻ്റെ മേൽ ഒരു ഷെയ്യും ഇല്ല എന്നാണ് മുത്തലക്കൻ. അവൾ
വേറെ ഭർത്താവിന് വിവാഹിതയാവട്ടെ ആവാതിരിക്കട്ടെ, രണ്ടായിരുന്നാലും വിഷയമില്ല എന്നാണ്. അന്താൻ്റെ ന്യായം വിഷയമില്ലാണ്ടിക്കാൻ അള്ളാഹിദ്യ അവൾ യുദ്ധ തീർന്നല്ലോ ഫിൽ ലാഹിരി, ലാഹിർ പ്രകാരം അവൾ യുദ്ധ തീർന്നു. വില്ലശ്വരി 3 മാസങ്ങളെ കൊണ്ട് യുദ്ധ തീർന്നല്ലോ. യേസിനുടെയും വരെ കാത്തുനിന്നിട്ടല്ലോ ചെയ്തത്. ഫസാലിസ് എന്ന മൂന്നാമത്തെ കൗലാകുന്നത് അലിഹ, ഇങ്ങനെ യേസിൻ്റെ ടൈം വരെ കാത്തുനിന്ന് 3 മാസം കൊണ്ട് ഇദ്ദിരുന്ന പെണ്ണിൻ്റെ മേൽ നിർബന്ധമാകുമെന്നാണ്. അന്തഴത്തതിൽ അക്രായി ഓള് കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കണം. മുത്തലക്കെന്ന് പറഞ്ഞാൽ ഓള് പറ ഭർത്താവിന് വിവാഹിതയാവട്ടെ ആവാതിരിക്കട്ടെ, രണ്ടായിരുന്നാലും. എന്താണ് അങ്ങനെ ഖുർആൻ ഇദ്ദിരിക്കുന്നത് പറയാൻ കാരണം? തബയ്യിനി അൻഹാമിൻ ദബാത്തിൽ അക്രായി, ഇവൾക്കിപ്പോൾ ഹൈദ് വരലോടുകൂടി മനസ്സിലായി ഇവള് മാസം കൊണ്ട് ഇദ്ദിരിക്കേണ്ടവളല്ല, മറിച്ച് കുറവുടേവളാണ്, കുറവുകൊണ്ട് ഇദ്ദിരിക്കേണ്ടവളാണ്. അപ്പം ബോധ്യപ്പെട്ടു. അന്നാമിൻ ദബാത്തിൽ അക്രായി, അവൾ കുറവുടേവളാണ്, കുറവുകൊണ്ടിദ്ദിരിക്കേണ്ടവളാണ്. പിന്നെ എന്തല്ല, ലാ ആയിഷത്തിനോട് ആയിഷത്തല്ല, ആയിഷത്തിനൊക്കല്ലേ പിന്നെ അല്ല ഈ യൂസിനുടെയും വരെ കാത്തുനിന്നിട്ട് പിന്നെ 3 മാസം പള്ളിയിൽ പെട്ടല്ല എന്ന് ബോധ്യപ്പെട്ട് പയ്യന് പുത്തലാൻ നിൽക്കാൻ വേറെ ആൾക്ക് മങ്ങിലായിക്കുണ്ടല്ലോ, എന്നെ മങ്ങിലായത് ശരിയായിട്ടില്ലെന്നിപ്പം ബോധ്യപ്പെടുകയും ചെയ്യും എന്നാണ് പിന്നെ സാരിസ് അഭിപ്രായം. വല്ലവ്വലു എന്നാൽ അവല് അത് ഒരു ഷീയില്ല, വേറെ ആൾക്ക് മങ്ങിലായെന്ന് പറഞ്ഞാൽ അവല് ഈ കൗലി ലാ ഷീ അലിഹ, ഈ കൗലി അവലിൻ്റെ ബാക്കിൽ എന്താ അവല് പറഞ്ഞത്? ലാ ഷീ അലിഹ, അങ്ങനെ യേസിൻ്റെ ടൈം പറ്റി 3 മാസം കൊണ്ട് ഇദ്ദിരുന്നവൾ മേൽ ഒരു ഷീയുമില്ല. ഇന്നക്കഹത്തി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നുമില്ല എന്ന് പറഞ്ഞ അവലാകുന്നത് നല്ലറ അവലാർ നോക്കി ഇലങ്കലാ യുദ്ധത്തിഹ, അവളെ യുദ്ധ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫില്ലാഹി ലാഹിറിൽ, അതിൻ്റെ പുറത്തുമായ താലൂക്കി ഹക്ക് സൂജി, രണ്ടാമത് വിവാഹം ചെയ്തായിരിക്കുന്ന സൗജിൻ്റെ ഹക്ക് ബന്ധപ്പെടുകയും ചെയ്തല്ലോ ബി അവളോട് എന്ന് ഞാൻ നോക്കിയിട്ടാണ് അവർ വിവാഹിതയായാലൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഒമാതുക്കിരാൽ ജദീദ്, അപ്പോൾ ജദീദ് പ്രകാരം പറഞ്ഞല്ലോ അവൾക്ക് മാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഹൈദുണ്ടായാൽ എന്ന് പറഞ്ഞത് ബാദൽ യൂസിൻ്റെ ശേഷം അങ്ങനെ ഹൈദുണ്ടായാലെന്ന് പറഞ്ഞ വിഷയം യുവത്തി മിസ്ലു ആ അഭിപ്രായം പോലത്തെ വരും. കദീം പ്രകാരം വരും. കദീമാർ പറഞ്ഞത് പിന്നെ 4 കൊല്ലം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കാത്തുക്കണം എന്നാണല്ലോ. ആ കൗല് പ്രകാരവും വരും. അപ്പം വരും തറബസിന് ശേഷം. അപ്പോൾ അതിൻ്റെ വരുന്നുള്ള പ്രകാരം ഒരു ഹാലത്ത് ഈ കദീം പ്രകാരം പ്രവർത്തിച്ച പെണ്ണ് ഹൈദകാരിയായ ഭേദവും ആ തറബുസ് അഥവാ 6 മാസമോ അല്ലെങ്കിൽ 4 കൊല്ലമോ അല്ലെങ്കിൽ 6 മാസം 3 അഭിപ്രായം പറഞ്ഞല്ലോ, ഏത് കൗലവളെ പിടിച്ചതെങ്കിൽ ആ പിന്നെ തറബുസ് ചെയ്തതിന് ശേഷം അവൾക്ക് ഹൈദുണ്ടായാൽ ഈ അശ്വരിൽ ഇതിൻ്റെ മാസങ്ങൾ കൊണ്ടുള്ള ഇദ്ദിരിക്കും. ആ ടൈമിലൊക്കെ ഹൈദുണ്ടായാൽ എന്തൊക്കെ ഇവൾ നീക്കൊള്ളണം, ഇല്ലക്കറായി കുറയിലേക്ക് നീക്കൊള്ളണം എന്ന് വരും. അപ്പോൾ അല്ലെങ്കിൽ മാസങ്ങളെ കൊണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈദുണ്ടായതെങ്കിലോ കബലാൻ തങ്കിഹ, അവൾ വേറെ ആൾക്ക് മങ്ങിലായിട്ടുമില്ല, വിവാഹമായിട്ടില്ല, അതിന് മുമ്പാണെങ്കിൽ ഇന്തക്കലത്തിൽ അക്കറായി അവൾ കുറയിലേക്ക് നീങ്ങണമയ്യുക. പിന്നെ മാസത്തിൽ വെച്ച് ഹൈദുണ്ടായാൽ കുറയിലേക്ക് നീങ്ങേണ്ട മാതിരി ഈ മാസം കഴിഞ്ഞതിന് ശേഷം ഹൈദുണ്ടായാലും വിവാഹിതമായിട്ടില്ലെങ്കിൽ അവൾ കുറയിലേക്ക് നീങ്ങണം. അല്ല സുഹേസ പ്രകാരം അപ്പോൾ നസിബായി അസുഹിനെ ചേർക്കപ്പെട്ട് ഷാഫിയോ നസിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയപ്പെട്ടു ലാഷിയ അലിഹ, അങ്ങനെ കദീ പ്രകാരം അങ്ങനെ ചെയ്താൽ അവളെ മേലൊരു വിഷയമില്ല, വിവാഹം കഴിഞ്ഞിട്ടുണ്ട് തന്നെ. ഔ ബാധനക്കത്ത്, അതല്ലെങ്കിൽ വേറെ ആൾക്ക് മങ്ങിലായതിൻ്റെ ശേഷമാണ് അവളിങ്ങനെ പിന്നെ തെറപ്പസിന് ശേഷം ഒക്കെ മെൻസസ് ഉണ്ടായതെങ്കിൽ പലാശിയാലി അവൾ മേൽ ഇല്ല എന്നും വയസ്തക്കിറു നിക്കാവ് മുന്നോട്ട് പോകുമെന്നാണ്. വക്കീലിന് അവിടെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എത്തബയ്യന് പുത്തനല്ല നിക്കാവ് ബാത്തിലാകുമെന്നും പാലിഹാൻ തകത്തവിലക്രയോട് കുറുകളെ കൊണ്ട് ഇത്തിരിക്കൽ അവൾക്ക് നിർബന്ധമാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. വൽ മൂത്തപ്പുറം എന്നാൽ പരിഗണിക്കപ്പെടലാകുന്ന ഫിൽ യേഴ്സ് ഇതിൽ തൊട്ട് ആശ പറയുന്ന വിഷയത്തിൽ ജദീദായ പറഞ്ഞാണല്ലോ ഈ ആശ പറയുന്നവരെ കാത്തിക്കണമെന്ന്. ആ യേഴ്സിൻ്റെ വിഷയത്തിൽ പരിഗണിക്കലാകുന്നത് യേഴ്സു അശീറത്തിഹ, അവളെ കുടുംബക്കാരിക്കുള്ളതായിരിക്കുന്ന യേഴ്സാണ്, ഇത് നിൽക്കലാണ്. എങ്ങനത്തെ കുടുംബം ഇല്ല, വലിയ ഉപ്പൻ്റെയും ഭാഗത്തേക്കുള്ള കുടുംബക്കാരെ എന്താ അവരത് എടുക്കാൻ കാരണം തക്കാറുബിഹിന്ന, കാരണം അവരാണല്ലോ ഇവളോട്ട് എടുക്കുന്ന വിധം ഈ പ്രകൃതിയിൽ. അതുകൊണ്ട് വൈദാ വലഹത്തി സിന്നല്ലതി, അപ്പോൾ അത് കൗല് പ്രകാരം അഥവാ അവളെ അഷീറത്തിൻ്റെ യേഴ്സാണ് എന്നത് പ്രകാരം വൈദാ വലഹത്തി പെണ്ണ് എത്തിച്ചാൽ സിന്നല്ലതി ഒരു വയസ്സിന് എങ്ങനത്തെ വയസ്സാണ് യങ്കത്തിഫിയ വയസ്സിൽ നിലയ്ക്കാറുണ്ട്. ഹൈലുന്ന ഇവളുടെ ഉമ്മൻ്റെയും വാപ്പൻ്റെയും ഭാഗത്തേക്കുള്ള കുടുംബക്കാരിയായ പെണ്ണുങ്ങൾ ഹൈലൊക്കെ നിൽക്കാറുണ്ട്.
അങ്ങനത്തെ ഒരു പ്രായത്തിലേക്ക് എത്തിയാൽ ഫക്കത് വലഹദ് സിന്നൽ യേസി ഓള് യേസിൻ്റെ സിന്നിൽ എത്തിച്ചവനായി. പിന്നെ അവിടെ അങ്ങോട്ട് 3 മാസം കൊണ്ട് തിരിക്കാമെന്ന് വരും. വഫീഖവിനൊരു കൗലുണ്ട്, യേസ കുല്ലിന്നിസായി, എല്ലാ പെണ്ണുങ്ങളെയും യേസാണ് പരിഗണിക്കപ്പെടുന്നത്. പരിഗണിക്കപ്പെടുന്നത് യേസു കുല്ലിന്നിസായി, എല്ലാ പെണ്ണുങ്ങളെയും യേസാണ്. എങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഹസ്ബിമായ എവരുഹും, നമുക്ക് വിഷയം കിട്ടിയ പ്രകാരം മിൻ ഖുബറത്തിൻ മിൻ ഖബരി, എന്താ നമുക്ക് കിട്ടിയ വിഷയം ആ യേസിൻ്റെ വർത്തമാനം നമുക്ക് അറിഞ്ഞ പ്രകാരവും വയൂറഫു അറിയപ്പെടുകയും നമുക്ക് വിവരം കിട്ടുകയും ചെയ്തതിൻ്റെ പ്രകാരമുള്ള എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതായിരിക്കുന്ന യേസാണ്. വയൂറഫു അതെ ബിഅസ്ബിമാ യബ്ലുഹു വയൂറഫു എന്നിട്ടോ ബിഅസ്ബിമാ യബ്ലുഹു, നമുക്ക് വിവരം കിട്ടുന്നു മിൻ ഖബരി ഒരു ആ യേസിൻ്റെ സമയത്തിന് വയൂറഫു അറിയപ്പെടുകയും ചെയ്തതനുസരിച്ച്. അപ്പോൾ അക്സാഹു, അങ്ങനെ നമുക്ക് പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും യേസ് ഉണ്ടാകുന്ന സമയത്ത് വിവരം കെട്ടിയിൽ വെച്ച് ടോപ്പ് അങ്ങേയറ്റത്തത് 12 സനത്തൻ 62 വയസ്സാണ്. വക്കീല സിത്തുവിന് വേറെ അഭിപ്രായമുണ്ടല്ലോ 60 വയസ്സാണ്. വക്കീല ഹംസുവിന് വേറെ അഭിപ്രായമുണ്ട് 50 കുൽത്തു ദൽ കൗലു അദ്ഹറു. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അവസാനം പറഞ്ഞ കൗല്, അതായത് കുല്ലുൻ നിസാ എന്ന് പറഞ്ഞല്ലോ, അതാണ് അദ്ഹർ. പിന്നെ അതല്ല ഈ ഉമ്മൻ്റെയും വാപ്പൻ്റെയും ഭാഗത്തേക്കുള്ള അസീറത്തിൻ്റെ യേസാണെന്നുള്ളതല്ല. നുഖില തർജീഹു, ഈ കൗലിനെ അഥവാ കുല്ലുൻ നിസാ എന്നുള്ള ഈ കൗലിനെ റാജിയാക്കലിന് ഉദ്ധരിക്കപ്പെട്ടു. ബിഷറീസുഹൈരി റഫിയാൻ ഷറീസുഹൈൽ അക്സറിന് നഖല തർജീഹു, റാഫിയാം ഉദ്ധരിച്ചു തർജീഹു ഈ മൂന്നാമത്തെ കുല്ലുൻ നിസായിൻ്റെതാണ് പരിഗണിക്കുക എന്ന കൗലിനെ റാജിയാക്കലിന് ബിഷറീസുഹൈലത്തിൻ്റെ ഷറീസുഹൈൽ ഉദ്ധരിച്ചു. അല്ല അക്സരീങ്ങളെ തൊട്ട് ഉദ്ധരിച്ചു. വഖാലഫിൽ കബീർ, ഷെറുൽ കബീറിൽ പറഞ്ഞു, റാഫിയാൻ പറഞ്ഞു, ഈറാദു അക്സരിഹിം, ആ അക്സറുൽ അസ്ഹാബിൻ്റെയും കൊണ്ടുവരൽ യക്തലി, ആ കൊണ്ടുവരൽ തേടുന്നത് തർജിയഹു, ഈ കുല്ലുൻ നിസാഇൻ്റെ യേസാണ് പരിഗണിക്കുക എന്ന അഭിപ്രായത്തിനെയാണ്. അതിനെ റാജിയാക്കലാണ് തേടുന്നത്. അഫിൽ മുഹറരി, എന്നാൽ റാഫിയാലെ മുഹറലുണ്ടെന്ന് അന്നൽ അവൽ അഖ്റബുൽ തർജീഹി, ആദ്യം പറഞ്ഞത് അഥവാ അവളുടെ അമ്മൻ്റെയും വാപ്പൻ്റെയും ഭാഗത്തൊക്കെ ഉള്ളതായിരിക്കുന്ന കുടുംബത്തിൻ്റെ യേസാണ് എന്നതാണ് റാജിയാക്കലിലേക്ക് ഏറ്റവും അടുത്തത് എന്ന്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന. സുബ്ഹാനല്ലാഹ്.